ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സീനിയ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നട്ടു കൊടുക്കുന്നതാണ്. അങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ സീനിയ നിറച്ച് ഒരു പോട്ടിൽ തന്നെ നിറഞ്ഞു വളരുകയും അപ്പോൾ നമ്മുടെ ഗാർഡൻ അത് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു ടിപ്സും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് നോക്കിയ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. കുറേ ദിവസങ്ങൾ ഈ പൂക്കൾ നിൽക്കുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് നമുക്ക് ഇതുപോലെ ഉണങ്ങിയ പൂക്കളായിട്ട് വരുന്നത്. കണ്ടോ ഇതുപോലെ ആവുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമ്മൾ അടുത്ത ചെടി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ തൈകളൊക്കെ നമുക്ക് വളർത്തിയെടുത്തിട്ട് പിന്നെ വീണ്ടും നമുക്ക് നല്ല പോട്ടി മിക്സൊക്കെ നിറച്ച് പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. അല്ല നിലത്താണെങ്കിലും നമ്മളതിന് വേണ്ടിയിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ തിരഞ്ഞെടുക്കുക. അവിടെ നമ്മൾ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടിവളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കവിടെ നട്ടുപിടിപ്പിക്കാം. അല്ലെങ്കിൽ അവിടെ നമുക്ക് വിത്തും പാകി കൊടുക്കാം കേട്ടോ. വിത്ത് പാകി നമുക്ക് ആ മണ്ണിളക്കം ഉള്ളിടത്താണ് നല്ല രീതിയിൽ ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മണ്ണിളക്കി കൊടുത്ത സ്ഥലത്ത് നമുക്ക് വിത്ത് പാകി നമുക്ക് മുളപ്പിച്ചെടുക്കുകയും ചെയ്യാം. അല്ല നമ്മൾ വേറൊരു കവറിലെങ്ങാണം പോട്ടിലോ എങ്ങാണം പിന്നെ വിത്ത് പാകി മുളപ്പിച്ചിട്ട് അത് മാറ്റി നട്ട് പിടിപ്പിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ വേറൊരു പോട്ടിൽ പിന്നെ വിത്ത് മുളപ്പിച്ചിട്ട് അത് തൈയാക്കി എടുത്തിട്ട് അതിനെ ഞാൻ മാറ്റി നട്ട് പിടിപ്പിക്കുന്ന ഒരു രീതിയും കൂടെയാണ് കാണിക്കുന്നത്. ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന പിന്നെ വിത്തുണ്ടല്ലോ, അതിനെ നമുക്ക് നുള്ളി എടുത്തിട്ട് നമ്മളതിനെ സൂക്ഷിച്ച് വെക്കാതെ നമുക്ക് അധികം ഒത്തിരി നാൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലൊന്നും വളർന്നു കിട്ടത്തില്ലേ. അപ്പം അധികം താമസിക്കാതെ തന്നെ നമ്മളതിനെ നട്ടു പിടിപ്പിക്കണം. അപ്പം നമുക്കിതുപോലെ നുള്ളി എടുക്കാമേ. കണ്ടോ പല കളറുകളെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്നതൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മൾ പിന്നെ നുള്ളി എടുത്ത് മാറ്റുമ്പോഴാണ് ആ ചെടി വീണ്ടും പൂക്കളാവുന്നത്. അപ്പം ഈ ഉണങ്ങിയ വിത്തുകളെ നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ അടുത്ത പൂക്കളൊക്കെ വരാനായിട്ട് താമസിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി ഇങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ വളം വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് വളമൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഉണങ്ങിയ പൂക്കളെ നമ്മൾ നുള്ളി മാറ്റണം. ഇപ്പം കണ്ടോ ഒരു ചെടിയിൽ തന്നെ കണ്ടോ ശിഖരങ്ങളൊക്കെ വന്നിട്ട് അതിൽ എത്ര പൂക്കളാണെന്ന് നോക്കുക. അപ്പോൾ ഓരോരോ പൂക്കളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ ചെടി. അപ്പോൾ നമ്മൾ കുറേ നാൾ നിൽക്കുമേ. അത് തന്നെയല്ല പൂക്കളും ഇത് കണ്ടോ പൂക്കൾ ഇതുപോലെ നല്ല കണ്ടോ പെറ്റൽസ് കണ്ടോ ഇതുപോലെ നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഇതേപോലെ വലിപ്പമുള്ള പൂക്കളാണ്. അതുപോലെ വലിപ്പമുള്ള പൂക്കളും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും ഉണ്ടാകാൻ വേണ്ടി ഏത് വളമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പേ ചെയ്ത വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണേ. കണ്ടോ ഇതാണ് നമ്മളെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത തൈകൾ. ഇതിനെ നമുക്കൊന്ന് കുഴിച്ചു വയ്ക്കാം. കണ്ടോ ഇതിൻ്റെ വേരുകൾ കണ്ടില്ലേ. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ ഒരു ബാസ്ക്കറ്റാണേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റ്. ഇത് നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലും അതുപോലെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും. അവർ പഴയതാകുമ്പോൾ ഇതുപോലെ കൊടുക്കും. അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് പ്രയോജനപ്പെടുവേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിയിൽ തേക്കിൻ്റെ കരിയിലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് ഹോൾസ് ആയതുകൊണ്ട് അവിടെ അടയാൻ വേണ്ടി ഞാനൊരു പലകയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ പൊക്കോളുകയും ചെയ്യും. കണ്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിപ്പോൾ ചാണകപ്പൊടിയും മേൽമണ്ണും പിന്നെ ഇതും കൂടെ പിന്നെ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തതാണേ. നമ്മൾ പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം ഇട്ട് മേൽമണ്ണും കൂടെ നിറച്ചിരിക്കുവാണേ. അതിപ്പോൾ നമുക്കൊരു ഭാഗമേ ആയിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെടി കുഴിച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് വാമ് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ വാമ് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ചെടി കുഴിച്ച് വെക്കുന്നതിനാണ് കാണിക്കുന്നത്. പിന്നെ ഇത്രയും നമുക്കൊരു 10 ഗ്രാം ട്രൈക്കോഡർമയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തൈ വെച്ച് കൊടുക്കാം. 10 ഗ്രാം മതിയേ. അപ്പോൾ ഇത്രയും പ്ലാന്റ് കണ്ടോ ഞാനിതിൽ കുഴിച്ച് വെച്ചു. ഇപ്പോൾ ഇതൊരു 25 തൈയിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും ഒന്നിച്ച് വളർന്ന് വന്നു കഴിയുമ്പം
നമുക്ക് ഇതിൽ പൂക്കൾ കിട്ടുമ്പോൾ എന്തോ ഭംഗിയായിരിക്കും എന്ന് ഓർത്തേ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. നല്ല ബുഷായിട്ടിത് വളർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇനി മണ്ണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊരു അരഭാഗമേ ആയിട്ടുള്ളൂ. കരിയില ആയതുകൊണ്ട്, അടിയിൽ കരിയില ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് താഴും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളവും വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാനുള്ള മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാമേ. പിന്നെ മറ്റ് ജൈവ വളങ്ങളൊക്കെ കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നു വരും. ഇപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വളം പിന്നെ അത് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയാനുള്ളതും അതുപോലെ നല്ല രീതിയിൽ വേരോടാനും നല്ല കരുത്തായിട്ടുള്ള തൈകൾ വളരാൻ വേണ്ടിയിട്ടാണ്. അത് കാണാം, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചെടിയുടെ ഭാവം അങ്ങ് മാറും. അപ്പം ഇതുപോലെ നല്ല നിറച്ച് പൂക്കൾ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വന്നത്, പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളൊന്നും നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ചെടികൾക്ക് കൊടുക്കരുത്. നല്ല രീതിയിൽ ചെടി വളരണം, അതിനെ നല്ല ബ്രാഞ്ചസ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് നുള്ളി കൊടുക്കണം. ഇച്ചിരി കൂടി ആയിട്ട് മണ്ട നുള്ളി കൊടുക്കുമ്പോൾ അത് ശിഖരങ്ങളൊക്കെ ആയിട്ട് നല്ല ബുഷായിട്ട് വളർന്നു വരും. ചെറിയ തൈ ആയിരിക്കുമ്പോൾ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളം കൊടുത്താൽ ആ ചെടിക്ക് അതിൽ പൂക്കളായിട്ട് അതിന് നിൽക്കാൻ പോലും അതിന് ശേഷിയില്ലാതെ അത് നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചെടി ഏത് ചെടിയാണെങ്കിലും അത് നല്ല രീതിയിൽ പാകമായതിനു ശേഷം, വളർന്നെന്ന് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളം കൊടുക്കുക. അതിന് മുമ്പ് നൈട്രജൻ കണ്ടൻറ്റ് ധാരാളമുള്ള വളങ്ങളും ഒക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ ഗാർഡനിലെ ലൈറ്റൊക്കെ കത്തി കണ്ടോ, എങ്ങനെയുണ്ടെന്ന് പറ, ഭംഗിയായിരിക്കുന്നോ എന്ന് പറ. സന്ധ്യയായി. ഇപ്പം ഈ സന്ധ്യയ്ക്കാണ് ഞാൻ വീഡിയോ എടുത്തത്. കണ്ടോ, നമ്മുടെ ചെമ്പരത്തിയൊക്കെ നിറച്ച് പൂവായിരുന്നു ഇന്ന്. അതെല്ലാം കണ്ടോ കൂമ്പിപ്പോയി, പൂക്കളെല്ലാം കണ്ടോ, നല്ല ഭംഗിയുള്ള ചെമ്പരത്തി പൂവായിരുന്നു. നമ്മൾ വരുന്ന ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിതിൻ്റെ അടുത്തേക്ക് വരുമ്പം ഈ ലൈറ്റ് പെട്ടെന്ന് കത്തും. നമ്മുടെ പെട്രിയയുടെ പൂക്കൾ കണ്ടോ, നിറച്ച് പൂക്കളാണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്